ഹലോ, ഇന്ന് മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കിലേക്ക് വരുന്ന വഴി നല്ല ആൾക്കൂട്ടം കണ്ടുട്ടോ. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ നാഡീബലം എന്നുള്ള സംഭവമാണ് കേട്ടോ അതിങ്ങനെ വിൽക്കുന്നത്. അതായത് ഒരു വണ്ടിയിൽ കൊടുന്ന് ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ഇവർ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഒറിജിനൽ നാഡീബലം കേട്ടോ. നമ്മളന്ന് ഒരു കോട്ടക്കിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതിന്, പക്ഷേ അത് ഇതുപോലെ അല്ലായിരുന്നു. പക്ഷേ ഇത് രണ്ടത്താണി നാഡീബലം എന്ന് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. സാധാരണത്തെ രീതിയിൽ ശനിയാഴ്ച കോട്ടക്കൽ ചന്തകളിൽ കാണുന്നൊരു സംഭവമാണ് കേട്ടോ ഇത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ടുള്ളതാണിത്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഫംഗ്ഷനിലും കാര്യങ്ങളിലൊക്കെ ഭക്ഷണത്തിന് ശേഷം സ്വീറ്റിനായിട്ട് വെച്ച് കൊടുക്കുന്നൊരു സംഭവമാണിത്. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപാരമായ ടേസ്റ്റാണ് കേട്ടോ. ഒരു കഷ്ണം കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിച്ചു പോകും. പിന്നെ എന്ന് വെച്ചാൽ ഇതൊരു ഔഷധ ഗുണങ്ങളുള്ള സംഭവമാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ നാഡീബലം എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പം ഞാൻ ചോദിച്ചു ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ നമ്മുടെ രക്തത്തിനെ ശുദ്ധിയാക്കുന്ന ചുവന്നുള്ളി, അതുപോലെ തന്നെ ശർക്കര, അതുപോലെ തേങ്ങ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതിൽ സ്പെഷ്യലായിട്ട് ടേസ്റ്റിന് വേണ്ടി കൂട്ടുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതവരുടെ ഉണ്ടാക്കുന്ന ആളുടെ ഒരു സ്പെഷ്യൽ കൈപുണ്യമാണ് കേട്ടോ. അത് എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്. 1 കിലോനും 2 കിലോനും അര കിലോനൊക്കെ ആയിട്ട്. 1 കിലോ നാഡീബലത്തിൻ്റെ വില 250 രൂപയാണ് കേട്ടോ. ഇത് കഴിച്ചവരും കഴിക്കാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിക്കാത്തവർ എന്തായാലും ഒരു കഷ്ണം ടേസ്റ്റ് നോക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ നാട്ടിലൊന്നും കിട്ടുന്നില്ല എങ്കിൽ കോട്ടക്കൽ ചന്തയിൽ ശനിയാഴ്ച ദിവസം ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് മസ്റ്റായിട്ട് ഉണ്ടാകേണ്ടൊരു സംഭവമാണ്. അതായത് ചില കല്യാണങ്ങളിൽ അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രോഗ്രാംസിലൊക്കെ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതൊരു കഷ്ണം സ്വീറ്റ്, നല്ലൊരു ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ നല്ല ചുവന്നുള്ളിൻ്റെയും ആ ശർക്കരയുടെയും തേങ്ങൻ്റെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ നിൽക്കണോണ്ട് തന്നെ അത് ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് തോന്നും കേട്ടോ. ഭയങ്കര നമ്മൾ ഹൽവ കഴിക്കും, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കുമല്ലോ, അതിനൊക്കെ പകരമായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും നല്ലതുമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഞ്ചേരിയിൽ നിന്ന് കോട്ടക്കിലേക്ക് പോകുന്ന വഴി ഏകദേശം മഞ്ചേരി എത്തി തുടങ്ങിയിരിക്കുന്ന സംഭവം. ഇനി ഒരു പക്ഷേ അവിടേക്കൊക്കെ വരാനും സ്പ്രെഡാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് അവർ ഡയറക്റ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ആൾക്കാർ ഇങ്ങനെ കൂടുന്നുണ്ട്, എല്ലാവരും വാങ്ങണമുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിച്ചോലൊന്നും ഇതിനൊരിക്കലും മോശം എന്ന് പറയില്ല. ഞാനൊരു കോട്ടക്കൽക്കാരി ആയതുകൊണ്ട് ഇത് പറയല്ല, പക്ഷേ ഇത് ആദ്യം മുതൽ തന്നെ കോട്ടക്കൽ ചന്തയിൽ നിന്നൊക്കെ ഉപ്പൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ മഞ്ചേരിയിൽ ആ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങി ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ടുണ്ട്. കാരണം സംഭവം അടിപൊളി. ഒരു പ്രാവശ്യം തിന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിന്നാൻ തോന്നുന്നുള്ളതാണ് കേട്ടോ. ചിലപ്പോൾ മധുരത്തിന് കൊതിയാകണ സമയത്ത് ഇതൊരു കഷ്ണം നാഡീബലം കഴിക്കുമ്പോൾ ഭയങ്കര ഫീലും എന്തൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും കേട്ടോ ഈ ഒരു നാഡീബലം കഴിച്ചാൽ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ നാഡീബലം ഉണ്ടോ? ആരൊക്കെ കഴിച്ചിട്ടുണ്ട്? എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടോ. എന്തായാലും അടിപൊളി നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. ഇത് കൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞ് ഇവിടെ വന്ന് ഇത് വാങ്ങിട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതാ സാധനം ഇവിടെ തന്നെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. കണ്ടവർ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കഴിക്കാൻ ഒരു തോന്നൽ വരും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. മധുരപലഹാരത്തിന് പകരം ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ലതുമായിരിക്കും. കാരണം ഇതിൽ ചേർത്ത കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ്. 3 ഇൻഗ്രീഡിയൻസ് നമുക്ക് പറഞ്ഞു തന്നു. 4ാമത്തെ എന്താ നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് അവർക്കും അറിയില്ല. അത് അവരുടെ ഉണ്ടാക്കുന്ന ആളുടെ ഒരു സ്പെഷ്യൽ എന്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാ മധുരപ്രേമികൾക്കും ഈ നാഡീബലം എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല. അങ്ങനെ ഞാനും വാങ്ങിട്ടോ കുറച്ച് നാഡീബലം. ഇതുപോലെ ഇങ്ങനെ വലിയ കഷ്ണങ്ങളാണ്, അതവർ പീസാക്കി തരികയാണ്. അത്ര വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. വായിലിട്ട നല്ല ടേസ്റ്റോട് കൂടി നല്ല അല്പം ഒന്ന് ചവച്ചരച്ച് ഇറക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസമായിരിക്കും. വീണ്ടും ഒരു കഷ്ണം കൂടി തിന്നാനൊക്കെ തോന്നും. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ നാട്ടിൽ ഈ സംഭവം ഉണ്ടോ? ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട്, കഴിക്കാത്തവരുണ്ട്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഈ വാഹനത്തിൽ ഇവർ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. പെട്ടെന്ന് സാധനം കഴിയുന്നുണ്ട് കേട്ടോ. ഇനി കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ പഴയ തലമുറക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട നല്ല പരിചയമുള്ള ഒരു സ്പെഷ്യൽ പലഹാരമാണ് ഈ നാഡീബലം. അതായത് കുറച്ച് പ്രായമായവരൊക്കെ ഇത് സ്ഥിരമായിട്ട് ശനിയാഴ്ചകളിൽ കോട്ടക്കൽ ചന്തയിൽ പോയി വാങ്ങുന്നവരാണ്. പക്ഷേ ഇപ്പോൾ കോട്ടക്കൽ ഒരുവിധം ബേക്കറികളിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ ഇന്നാളൊരു ദിവസം വാങ്ങിയിരുന്നു.
പക്ഷേ അതിങ്ങനെ ചെറിയ പീസായി അന്ന് വേറെ അച്ചിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞത് വലിയ പീസ് കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവർ കട്ട് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനത് തരികയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ നിൽക്കണ നേരം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വണ്ടി നിർത്തിയിട്ട് വന്നിട്ട് ഇതാ നാഡീബലത്തിന് 1/2 കിലോനും 1 കിലോനും ഒക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടു പോവാണ് കേട്ടോ. ഇവരിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങൾ ടേസ്റ്റ് നോക്കാനും തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കിലോൻ്റെ കവർ ഇതാ വാങ്ങിയിട്ടുണ്ട്. ആദ്യമത്തെ ബോർഡുമ്പത്തിന് നാഡീബലം 2 സ്പെഷ്യലായിട്ട് ഇതാ വലിയ അക്ഷരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പീസൊക്കെ ടേസ്റ്റ് നോക്കാനും തരും. അപ്പോൾ എല്ലാവരും നല്ല ആകാംക്ഷയോടെ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്നൊരു സംഭവമാണ് ഈ നാഡീബലം. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നിങ്ങൾ കഴിച്ചവരും കഴിക്കാത്തവരും ഒന്ന് കമൻ്റ് ഇടണം. നിങ്ങളുടെ നാട്ടിലുണ്ടോ ഈ ഒരു സംഭവം എന്നും കമൻ്റ് ഇടണേ. മധുരം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ.